ടു സെറ്റ് ഇപ്രാവശ്യം നമ്മൾ കാണിക്കും. ബാത്റൂമും കിച്ചണും ഒക്കെ കാണിക്കും കേട്ടോ. ബെഡാണ് വരുന്നത്. ഒരു സിംഗിൾ ബെഡും ഒരു ഡബിൾ. ബേബിന്റെ ഡ്രസ് ആണെങ്കിലും നമ്മളെ കൂടെ ബൈസ്റ്റാൻഡേഴ്സ് ഉണ്ടെങ്കിൽ ഓല ഡ്രസ്സും അവരെ വാഷ് ചെയ്തിട്ട്. ആ കാണുന്നത് മഞ്ചേരി തിരൂർ റോഡാണ്. നേരെ കാണുന്നത് മനസ്നേഹ ഹോസ്പിറ്റൽ ചെയ്തിട്ടുണ്ട്, ഹോം ടൂർ ചെയ്തിട്ടുണ്ട്, ഇപ്പൊ റൂം ടൂർ ആയി അല്ലേ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. യെസ്, ഇപ്പോൾ ലാസ്റ്റ് ടൈം നമ്മൾ ഹോം ടൂർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് നമുക്കൊരു ഫോൾട്ട് പറ്റിയത് നമ്മൾ റൂം മാത്രം ഹോം ടൂറിൽ കാണിച്ചില്ല, ബാക്കി എല്ലാം നടന്ന് കാണിച്ചു. ഇനി ഇവിടുത്തെ കിച്ചണും പിന്നെ പുറമേയുള്ള ഫാർമസി കാര്യങ്ങളൊക്കെ കാണിക്കാത്തുള്ളൂ അന്നത്തെ വീഡിയോയില്. അതിന് മുന്നേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ ബാസിക്കാകന്റെ വീട്ടിലാണോ നിൽക്കണമെന്നാണ് കുറേ ആൾക്കാർ ചോദിക്കണത്. പക്ഷെ എല്ലാം ഞാൻ ശുശ്രൂഷയ്ക്ക് ഞാനൊരു ഹോം കെയറിലാണുള്ളത്, മഞ്ചേരിയിലാണ്. മോംസബ് എന്നാണ് നിൽക്കുന്ന സ്ഥലത്തിന്റെ പേര്. ഓക്കെ, അവിടുന്നുള്ള വീഡിയോസ് ആണ് ഞാൻ ഇടുന്നത്, അല്ലാതെ ഞാൻ ബാസിക്കാകന്റെ വീട്ടിലല്ല നിൽക്കുന്നത്. ഓൾ എൻ്റെ വീട്ടിലും അല്ല, ഞാൻ ഓളെ വീട്ടിലും അല്ല. ഓക്കെ, കാരണം ഞാൻ ചിലരങ്ങനെ വിചാരിക്കുന്നുണ്ട്. നമ്മൾ സ്ഥിരം വ്യൂവേഴ്സ് ആവാത്ത ആൾക്കാരായിരിക്കാം അങ്ങനെ കമന്റ് ഇടുന്നത്. പുതിയ ആൾക്കാർ കുറേ പേര് പുതിയ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഇപ്പൊ ലാസ്റ്റ് അൽഹംദുലില്ലാ ലാസ്റ്റ് 28 ദിവസത്തിൽ മാത്രം 1,20,000 സബ്സ്ക്രൈബേഴ്സിന്റെ മേലുണ്ട്. അപ്പോൾ പുതിയ ആൾക്കാരാണ് ഈ 1,20,000 ആൾക്കാർ. അപ്പോൾ അവർക്ക് അറിയില്ലല്ലോ, അവർക്ക് അറിയാൻ വേണ്ടി പറയാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് മോംസബിലുള്ള നമ്മൾ സ്റ്റേ ചെയ്യുന്ന നമ്മുടെ റൂം. ഓക്കെ, എല്ലാ റൂമുകളും ഇവിടെ ഉള്ള ഒരേപോലെയാണ്. ഒരു എന്താ പറയുക, ഇവിടെ അങ്ങനെ വലിയ ഹൈ റൂം ഷോർട്ട് റൂം അങ്ങനെ ഒന്നുമില്ല. ഓക്കെ, ഒറ്റ സിംഗിൾ പാക്കേജ് ആയിട്ടാണ് വരുന്നത്. പാക്കേജിൻ്റെ ഡീറ്റെയിൽസും കുറേ ആൾക്കാർ കമൻറ്റിൽ ചോദിക്കുന്നുണ്ട്. അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അവരെ കൊണ്ട് തന്നെ ഞാൻ പറയിപ്പിക്കാം, അല്ലെങ്കിൽ അവരെ കൊണ്ട് തന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വ്ളോഗ് എടുപ്പിക്കാം കേട്ടോ. അതായത് എന്താണ് എങ്ങനെയാണ് എന്നുള്ളത്. ഇപ്പം നമുക്ക് എങ്ങനെയുണ്ട് നമ്മളെ റൂം എന്ന് കാണാം. ഓക്കെ, ടു സെറ്റ് ഇപ്രാവശ്യം നമ്മൾ കാണിക്കും. ബാത്റൂമും കിച്ചണും ഒക്കെ കാണിക്കും കേട്ടോ. അന്ന് നമ്മളത് വിട്ടുപോയി എന്ന് പറഞ്ഞിട്ട് കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ റൂമിലേക്ക് എൻട്രി ചെയ്യുമ്പോൾ കാണുക ഇങ്ങനൊരു സെറ്റപ്പാണ്. ഒരു ഡൈനിങ് ഹാളാണ്. ഡൈനിങ് ഹാളിൽ 2 സോഫ ഉണ്ട്, ഒരു ടീപോയ് ഉണ്ട്, പിന്നെ ഒരു ഡൈനിങ് ടേബിൾ ഉണ്ട്. പിന്നെ നമ്മൾ കേറുന്ന സൈഡിൽ തന്നെ ഒരു റൂം ഉണ്ട്. ഒരു ബെഡ്റൂമാണ്, അതായത് ബൈസ്റ്റാൻഡേഴ്സിന് നിൽക്കാനുള്ള റൂമാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പാക്കേജിൽ വേണമെങ്കിൽ സിംഗിൾ റൂം, അതായത് ബൈസ്റ്റാൻഡേഴ്സിനുള്ളത് വേണ്ട, ഈ അതിന് റൂം നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട്, ഈ റൂം വേണ്ട, ആ ഒരു നമ്മൾ യൂസ് ചെയ്യുന്ന റൂം മാത്രം മതിയെങ്കിൽ അങ്ങനെയും പാക്കേജിൽ കിട്ടും. ഓക്കെ, ഷെയർ ചെയ്യാം. യെസ്, ടോട്ടലി ഇവിടെ വരുന്നത് 3 ബാത്റൂമാണ് കേട്ടോ. ഓക്കെ, ഒന്ന് ഗസ്റ്റിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ തന്നെ, അവിടെ ആ കാണുന്ന 2ാമത്തെ ഡോറ് ബാത്റൂമിലേക്കാണ്. യെസ്, ഡൈനിങ് ഹാൾ തന്നെയാണ്. അത് വേണമെങ്കിൽ ഞങ്ങൾ തുറന്ന് കാണിച്ചു തരാം. പിന്നെ നമ്മൾക്ക് കയറുമ്പോൾ തന്നെ ഇവിടെ TV ഉണ്ട്. ഓക്കെ, പിന്നെ ഈ ഒരു ബെഡ്റൂമിൽ 2 ബെഡാണ് വരുന്നത്. ഒരു സിംഗിൾ ബെഡും ഒരു ഡബിൾ ബെഡും. ഇവിടെയാണ് നമ്മളെ പപ്പയും മമ്മിയും ഒക്കെ കിടക്കല്. ഹാല് ഇവിടെ കിടക്കല്, പപ്പയും മമ്മി അവിടെ കിടക്കല്. ഒരു ഇപ്പം ഇല്ല, അവർ ഷോപ്പ് ക്ലോസ് ചെയ്തിട്ട് രാത്രിയിലാണ് ഷോപ്പ് ക്ലോസ് ചെയ്തിട്ട് ഇവിടേക്ക് വരാം. പിന്നെ ഈ തൊട്ടിലുണ്ട്. അതായത് തൊട്ടില് നമുക്ക് കെട്ടിടാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട്. ഓക്കെ, AC എടുത്ത് പറയേണ്ടതാണ്. ഓക്കെ, AC ഒക്കെ നല്ല ബ്ലൂ സ്റ്റാറിന്റെ അടിപൊളി AC തന്നെയാണ്. ഓക്കെ, ഇനി ബാത്റൂം. യെസ്, ബാത്റൂമാണ് സത്യം പറയാലോ. നമുക്ക് ഏറ്റവും കൂടുതൽ വൃത്തി നോക്കുന്ന ആൾക്കാർ ആദ്യം നോക്കുക ബാത്റൂമാണ്. ഓക്കെ, നിങ്ങൾക്ക് തന്നെ കാണാൻ നല്ല അടിപൊളി വൃത്തിയുള്ള നല്ല ക്ലീൻ ആയിട്ടുള്ള ബാത്റൂം ഉണ്ട് കേട്ടോ. അടിപൊളി ബാത്റൂമാണ്. ഓക്കെ, പിന്നെ ഹീറ്റർ, അതായത് ചൂടുവെള്ളത്തിനുള്ള സെറ്റപ്പ് കാര്യങ്ങൾ അതുണ്ട്. ഓക്കെ, പിന്നെ അവിടെ എഴുതി വെച്ചിട്ടുള്ളത് നോക്കണ്ട, അത് നിങ്ങൾ ഒരിക്കലും ഡയപ്പർ യൂസ് ചെയ്തിട്ട് ഫ്ലഷിലിടരുത്. അത് നോക്കണ്ട, അത് നിങ്ങൾക്കറിയാം. ഈ ചിമിട്ട് കുട്ടി ഉണ്ടായതിനു ശേഷം ജുബി പറയുന്ന ഒരു വാക്കാണ് ചിമിട്ട് ഇറങ്ങിയ ചിമിട്ട് എണീറ്റ. അവർക്ക് ഉത്സവമൊക്കെ വരുമ്പോൾ എന്നോടേക്കും ചിമിട്ട് എണീറ്റ. അപ്പൊ ഞാൻ അങ്ങനെ ആലോചിക്കും ചിമിട്ട് ചെറുത്. ഓക്കെ, ചിമിട്ട് ട്ടാ. നിങ്ങൾക്ക് മനസ്സിലായി ചിമിട്ട്? എന്റെ ചിമിട്ട്. ഈ ചിമിട്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിലൊന്നും ചിമിട്ട് എന്ന് പറയില്ല. അതുകൊണ്ടാണ് എനിക്ക് ആദ്യം മനസ്സിലായില്ല. പിന്നെ എനിക്ക് ഓടി കുട്ടീനെ കുറിച്ചാണ് പറയണത്. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ കുക്ക് ചെയ്യാം, വേണമെങ്കിൽ കുക്ക്
കുക്ക് ചെയ്യണ്ട. പിന്നെ ഇവിടെ മിനറൽ വാട്ടർ ആയിരിക്കും ഫുൾ ടൈം, അതായത് നിങ്ങൾക്ക് വെള്ളം കുടിക്കാനുള്ള മിനറൽ വാട്ടർ എപ്പോഴും ഇതിൽ നിന്നാണ് ഞങ്ങൾ എടുക്കാറുള്ളത്. ഓക്കെ, സ്റ്റവ് ഉണ്ടാവും, ഞങ്ങൾ കൊണ്ടുവന്നതല്ല, ഇവിടെ ഉള്ള ഓൾറെഡി ഉള്ള സ്റ്റവ് ആണ്. പിന്നെ ഈ പാത്രം ഞങ്ങൾ കൊണ്ടുവന്നാണ്. അത് പപ്പക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണെങ്കിൽ എന്ത് വേണമെങ്കിലും അതിക്ക് അഡീഷണൽ ഒരു ഓംലെറ്റ് അല്ല, പപ്പ ഒറ്റയ്ക്ക് ഒരു 4 ഓംലെറ്റ് ഒക്കെ കഴിക്കും. അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് ഓംലെറ്റ്. യെസ്. പിന്നെ വേസ്റ്റ് ബിന്നിന്റെ കാര്യത്തിലാണെങ്കിൽ ഇതിൽ ഡ്രസ്സ് ഇട്ട് വെക്കാം നമുക്ക്, അതായത് അവർ വന്ന് കൊണ്ടുപോകും. അയൺ ചെയ്തിട്ട് നമുക്ക് തരും. നമ്മളത് ഇന്ത്യൻ ഡ്രസ് ആണെങ്കിലും ബേബിന്റെ ഡ്രസ് ആണെങ്കിലും നമ്മളെ കൂടെ ബൈസ്റ്റാൻഡേഴ്സ് ഉണ്ടെങ്കിൽ ഓല ഡ്രസ്സും അവരെ വാഷ് ചെയ്തിട്ട് അയൺ ചെയ്ത് തരും കേട്ടോ. അതായത് ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ ഹല കോളേജിക്ക് ഇവിടുന്നാണ് പോകുന്നത്, ഹലന്റെ ഡ്രസ്സ് അവൾ ഇന്ന് കൊടുത്തു കഴിഞ്ഞാല് അവര് നാളേക്കൊക്കെ അവൾക്ക് അർജന്റ് ആണെന്നുണ്ടെങ്കിൽ അന്ന് തന്നെ ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ ഓള യൂണിഫോം കാര്യങ്ങളൊക്കെ അയൺ ചെയ്തിട്ട് തന്നെ ഇവിടെ തരാം. പിന്നെ വേസ്റ്റിന് തന്നെ 2 ബാസ്ക്കറ്റ് വേറെ കൊടുത്തിട്ടുണ്ട്, അതായത് ഇതില് ഫുഡ് വേസ്റ്റ് മറ്റേല് ഡ്രൈ വേസ്റ്റ് കേട്ടോ, അങ്ങനെയാണ് ഇടേണ്ടത്. പിന്നെ ഇവിടെ ഫ്രിഡ്ജ് കാര്യങ്ങളുണ്ട്. ഓക്കെ, ഒന്നും ഇല്ല. അതിൽ ഓൾക്കുള്ള കുറെ ഫ്രൂട്ട്സ് കാര്യങ്ങളുണ്ട്, വേറെ ഒന്നുമില്ല. ഓക്കെ, അപ്പൊ ഫ്രിഡ്ജ് ഉണ്ട്. പിന്നെ ഇവിടെയാണ് വാഷ് ബേസ് കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. ഇന്ന് ഹലക്ക് സോറി ജുബിക്ക് മാത്രമുള്ള ചായ മതിയാവും, കാരണം ഞങ്ങൾ ആരും ഇവിടെ ഇല്ലായിരുന്നു. സോ ജുബിക്കുള്ള ചായയും കാര്യങ്ങളും. ഇതിന് മേലെ ഒരു ഫോയിൽ ഉണ്ടായിരുന്നു, ഞാൻ എടുത്തിട്ടതാണ് ചൂടാറാതിരിക്കാന്. അപ്പം ഇന്നത്തെ ചായ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കേക്ക് കേസരിയാണ് തോന്നുന്നു. യെസ്, ഫുഡിന്റെ കാര്യമല്ല, നമ്മള് ഫുഡിന്റെ അതായത് വാട്ട് ഈറ്റിന്റെ ഡേ എന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് തന്നെ നമ്മള് ഒരു ദിവസത്തെ ഫുള്ള് ഫുഡിന്റെ ഹിസ്റ്ററീസ് ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, പിന്നെ ഇപ്പൊ വേറെ നോക്കുകയാണെങ്കിൽ നല്ല ആംബിയൻസ് ആണ്. ആ കാണുന്നത് മഞ്ചേരി തിരൂർ റോഡാണ്. നേരെ കാണുന്നത് മനസ്നേഹ ഹോസ്പിറ്റൽ കേട്ടോ. അപ്പോൾ ജുബിയുടെ ഉമ്മ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഞങ്ങൾ അഡ്രസ്സ് പറഞ്ഞു കൊടുത്തത്. അതായത് ജുബിൻ്റെ ഉമ്മ അവിടുന്ന് ഇങ്ങോട്ട് കോഴിക്കോട് നിന്ന് ഇങ്ങോട്ട് ബസ്സിനാണ് വന്നത്. സ്റ്റാൻഡിൽ മഞ്ചേരിയിൽ ഇറങ്ങിയിട്ട് മനസ്നേഹ ഹോസ്പിറ്റലിന്റെ നേരെ ഓപ്പോസിറ്റ്. കാരണം ഈ മോംസോപ്പ് എന്നുള്ളത് കുറച്ചായിട്ടുള്ളൂ ഇവർ സ്റ്റാർട്ട് ചെയ്തിട്ട്, പുതിയതാണ്. സോ എല്ലാവർക്കും അറിയണമെന്നില്ല, എല്ലാവരും അറിഞ്ഞു വരുന്നേ ഉള്ളൂ, പുതിയതാണ്, വളരെ കുറച്ചായിട്ടുള്ളൂ ഇവിടെ ഓപ്പൺ ആക്കിയിട്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഏപ്രിലൊക്കെ ആയിട്ട് ഓപ്പൺ ആക്കിയിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ ഇനി ഈ ബാത്റൂം കാണാം. ഇവിടെ ഹീറ്റർ ഇല്ല, ഇത് ജസ്റ്റ് ഗസ്റ്റ് ഒക്കെ വരുമ്പോ അവൾക്ക് ഹാളിന് നേരെ കയറാൻ പറ്റിയ ഒരു ബാത്റൂം. ഓക്കെ, ഷവറൊക്കെ ചെയ്യാനുള്ള സെറ്റപ്പ് ഉണ്ട്. ഇവളാണെങ്കിൽ ഒള്ളിയിൽ ഏറ്റവും ബെസ്റ്റ് ഓഫ് ദി ബെസ്റ്റ് റൂം തന്നെ നോക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇല്ല കണ്ണ് പൂട്ടിരിക്ക. ഓക്കെ, അപ്പൊ ഇതാണ് ജിവ ബേബിയുടെ തൊട്ടില്. സംഭവം അടിപൊളി തൊട്ടിലാണ്, നല്ല കംഫർട്ടാണ്. പിന്നെ എന്തൊക്കെയോ എക്കോ ഫ്രണ്ട്ലി ആണ് സംഭവം, അതായത് ബാമ്പു ആയിട്ടൊക്കെ ഉണ്ടാക്കിയിട്ട്. സോറി, ഞാൻ ഒച്ചപ്പാടുണ്ടാക്കിയിട്ടേക്കാം. ഓക്കെ, വാട്ടവേ. ഇവിടെ നമ്മൾ ഭയങ്കര എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അടിപൊളി തൊട്ടിലുണ്ട്. നമ്മുടെ പപ്പക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു, ഇവിടെ വന്ന എന്റെ തൊട്ടിൽ ഭയങ്കര ഇഷ്ടമായിരുന്നു. വ്ളോഗ് ആയിട്ട് ഇടുന്നതായിരിക്കും. ഓക്കെ, പക്ഷെ നമ്മള് ജീവ ബേബിനെ ഇതിൽ കെടുത്തലില്ല കേട്ടോ, ഒന്നും ഉണ്ടായിട്ടല്ല. കെടുക്കേണ്ട ജീവ ബേബിക്ക് ഇഷ്ടമല്ല. ആരെങ്കിലൊക്കെ ആയിട്ട് ഒന്നെങ്കിൽ എടുക്കണം, അല്ലെങ്കിൽ മൂപ്പർക്ക് ഫുൾ ടൈം ഉറങ്ങണം, അങ്ങനെയൊക്കെ ഓരോതാണ്. അപ്പൊ നമ്മള് സംസാരിച്ച് ജോ ഇല്ല. പിന്നെ ഇത് തുറന്നിട്ട കാര്യം പറഞ്ഞപ്പോഴാണ്, ഇവിടുന്നാണ് നമ്മൾ കുട്ടീനെ വെയിലൊക്കെ കൊള്ളിക്കാറുള്ളത്. നമ്മൾ ഷോർട്ട് വീഡിയോ ഒക്കെ ഇട്ടുകൊണ്ട് തോന്നുന്നു. ഒന്നെങ്കിൽ അവിടെ അല്ലെങ്കിൽ ഇവിടെ ജനൽ തുറന്നു കഴിഞ്ഞാൽ രാവിലെ നല്ല ഇളം വെയിലാണ്, ഒരു 8 മണിയാ നേരത്ത്. സോ ഇവിടെയും നേരത്തെ നേരത്തെ ബെഡ്റൂമിനെ കൊണ്ട് പറഞ്ഞ പോലെ ഒരു ഡബിൾ ബെഡ്റൂമും ഒരു സിംഗിളും. ഓക്കെ, താഴെ എന്ത് വീണ്ടും അതായത് വിസിറ്റേഴ്സ് നമ്മൾ ഒരുപാട് പേര് കാണാൻ വരുന്നുണ്ട്. നമുക്ക് അതിൽ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ, സന്തോഷമേ ഉള്ളൂ. ഈവൻ റൂം നമ്പർ വരെ നമ്മൾ വിസിറ്റേഴ്സ് വരേണ്ടവർക്കൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. താഴെയുള്ളവരോട് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്, വിസിറ്റേഴ്സ് വന്നാൽ മുകളിലൊക്കെ വിട്ടോളൂ, പ്രശ്നമില്ലാന്ന്. സോ അത് നമുക്ക് ഡിലേ കുഴപ്പമില്ല. അല്ല, അത് തീർക്കാം, കുഴപ്പമില്ല. കുറച്ചും കൂടെ അല്ലേ ഉള്ളൂ, എത്തിയില്ല, ലാസ്റ്റ് റൂമായില്ലേ. പിന്നെ ഇവിടെ ഇത് ബേബിയുടെ അലക്കാനുള്ള ഡ്രസ്സുകൾ ഇടാനുള്ള ബക്കറ്റ്, ബേബിയുടെ അലക്കാനുള്ളത് ഇല്ല, അത് ഒരു വേറെ തന്നെ ഇറക്കും. പിന്നെ ഈ പാത്രത്തിൽ ജുബിക്കുള്ള കഷായാണ്, അത് വാഷ് ചെയ്യാനുള്ള കഷായാണ്, കുടിക്കാനുള്ളതല്ല. ഓക്കെ,
ജുബി കഷായത്തിലാണോ കുളിക്കല്? കുളിക്കാതെ കുളിക്കലല്ല, പക്ഷെ സ്റ്റിച്ച് ഉണങ്ങാനുള്ളത് കേട്ടോ. ഇതാണ് ജുബിയുടെ റൂമിലെ ജുബിന്റെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബാത്റൂം. ഇവിടെ ഹീറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ചുടുവെള്ളം യൂസ് ചെയ്യാം. പിന്നെ ഇത് ഡൈപ്പേഴ്സും കാര്യങ്ങളൊക്കെ വേസ്റ്റ് ബിന്നിൽ ഇടാനുള്ളതാ കേട്ടോ. ഓക്കെ, ഇത്രയാണ്. ഇപ്പം ഗസ്റ്റ് വരുന്നുണ്ടെന്ന് വിളിച്ച് പറഞ്ഞു കൂടെ ആയതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, ഇവിടെ ഉണ്ട് കേട്ടോ നമ്മുടെ ബേബിക്ക് ഹാങ് ചെയ്യാനൊക്കെ ഉള്ള, അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഏസിയും കാര്യങ്ങളും അതും ഉണ്ട്. പിന്നെ കബോർഡ് പ്രത്യേകിച്ച് തുറന്ന് കാണിക്കാനൊന്നുമില്ല. എന്തേ ഓ ഓക്കെ, ആ കാലം കോലാക്കി വെച്ചിരിക്കുകയാണ്, ഞങ്ങളൊന്നും റെഡി ആക്കി വെച്ചിട്ടില്ല. ഓക്കെ, ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വ്ളോഗ്. അതായത് റൂം ടൂർ, ഷോപ്പ് ടൂർ ചെയ്തിട്ടുണ്ട്, ഹോം ടൂർ ചെയ്തിട്ടുണ്ട്, ഇപ്പൊ റൂം ടൂർ ആയി അല്ലേ. അപ്പൊ നെക്സ്റ്റ് വ്ളോഗിൽ കാണാം.